അപ്പോൾ നമ്മൾ പ്രിപ്പോസിഷൻ തുടങ്ങുകയാണ്. പ്രിപ്പോസിഷനിലെ ചെറിയൊരു ഭാഗം, അതായത് ടു എന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മലയാളം മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ലേക്ക് എന്നാണ്. ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടിച്ചേർക്കലാണ്. അതായത് ഒരു പ്ലേസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ ഒപ്പം നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പുഴയിലേക്ക്, സ്ഥലത്തേക്ക്, കടയിലേക്ക്, അത്തരത്തിലുള്ള ലേക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു യൂസ് ചെയ്യുന്നത്. They went to the theatre. അവർ തിയേറ്ററിലേക്ക് പോയി. അപ്പോൾ എന്താണ്? They went to the theatre എന്നാണ് പറയുന്നത്. അപ്പോൾ തിയേറ്ററിലേക്ക് പോയി. He is going to Mumbai. അതായത് അവൻ മുംബൈയിലേക്ക് പോകുകയാണ്. അപ്പോൾ മുംബൈയിലേക്ക്, he is going to Mumbai എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയിലേക്ക്. She invited me to a birthday party. അതായത് അവൾ എന്നെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചു. ഓക്കെ, അത്തരത്തിൽ നമ്മൾ എന്താണ് ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക്, സ്കൂളിലേക്ക്, പിന്നെ മുംബൈയിലേക്ക്, അത്തരത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് യൂസാണ് ടൂവിൻ്റെ അത്. ഇനി അടുത്തത് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് ടു യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ലേക്ക് എന്നാൽ ഫസ്റ്റ് ഞാൻ ഡയറക്ഷനിൽ പറഞ്ഞു ലേക്ക് എന്നാണ് കറക്റ്റ് ടൂവിൻ്റെ മലയാളം മീനിങ്. ഇനി ടൈമിലേക്ക് വന്നു കഴിയുമ്പോൾ അതിൻ്റെ മലയാളം മീനിങ് തൊട്ട് എന്നായിട്ട് മാറും. എന്ന് വെച്ചാൽ ദി ടൈം സ്റ്റാർട്ട്സ് ഫ്രം 9 AM to 10 AM. കണ്ടോ, ഈ സമയം തുടങ്ങുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിയോ എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ടൈം ഇസ് സ്റ്റാർട്ട് ഫ്രം 9 AM to 10 AM എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെയാണ്? 9 മണി തൊട്ട് 10 മണി വരെ ആണ് നമ്മളുടെ ഈ ഒരു സമയം. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണി തൊട്ട് 10 മണി വരെയാണ് എന്ന് കറക്റ്റ് മലയാളം മീനിങ്. അപ്പോൾ എന്താണ് അവിടെ ലേക്ക് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് മീനിങ് മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു തൊട്ട് എന്നുള്ള ഒരു അർത്ഥം വന്ന് കണ്ടു. അപ്പോൾ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്പേഴ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ടു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ തൊട്ട് എന്നുള്ള അർത്ഥം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, there may be 50 to 60 members in the function. അതായത് ഫംഗ്ഷനിൽ 50 തൊട്ട് 60 വരെ ആളുകൾ ഉണ്ടായിരിക്കും, 60 വരെ പേർ ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ അവിടെയും എന്താണ് ഒരു നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് 50 തൊട്ട് 60 വരെ എന്ന് പറയുന്നത് 50 to 60 എന്ന് പറയാനും, അതായത് നമ്പറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ടു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കോസ്റ്റ് 10 to 30 pounds. അതായത് അതിൻ്റെ വില എന്ന് പറയുന്നത് 10 to 30 pounds ആണ്. അപ്പോൾ 10 തൊട്ട് 30 വരെ എന്നുള്ള അർത്ഥം. അത്തരത്തിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ടു തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഡയറക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡയറക്ഷനിൽ നമ്മൾ ടുവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലേക്ക് എന്നാണ്. അതുപോലെ തന്നെ രണ്ടാമത് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ടൈമിൽ വന്നു കഴിയുമ്പോൾ ടുവിൻ്റെ അർത്ഥം തൊട്ട് എന്നായിട്ട് മാറും. അതുപോലെ തന്നെ നമ്പേഴ്സിലേക്ക് വന്നു കഴിയുമ്പോഴും ടുവിൻ്റെ അർത്ഥം തൊട്ട് എന്ന് തന്നെയായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ 3 യൂസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തൊരു ടുവിൻ്റെ യൂസാണ് ടു ബി അല്ലേ? നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, കേട്ടിട്ടുണ്ട് ടു ബി എന്താണെന്ന്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഐ വാണ്ടഡ് ടു ബി ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്തി ആകാൻ ആഗ്രഹമാണ് അല്ലെങ്കിൽ എൻ്റെ ആവശ്യമാണ്. ഓക്കെ, ഐ വാണ്ടഡ് ടു ബി ഹെൽത്തി, എനിക്ക് ഹെൽത്തി ആവാൻ ആഗ്രഹമാണ് എന്നർത്ഥം. അതുപോലെ തന്നെ ഐ ട്രൈ ടു ബി സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്മാർട്ട് ആകാൻ ശ്രമിച്ചു. അപ്പോൾ ഇത്തരത്തിലൊക്കെ കണ്ടോ ആകാൻ, അതായത് ഐ ട്രൈ ടു ബി സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് ആകാൻ ശ്രമിച്ചു എന്നർത്ഥം. അപ്പോൾ ടു ബി എന്നുള്ള പദം അവിടെ ആകാൻ എന്നുള്ള മീനിങ്ങിലേക്ക് കൺവേർട്ടഡ് ആയി. ഈ ലാസ്റ്റ് വണ്ണാണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത് അല്ലേ? എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് യൂസ്ഡ് ടു. പക്ഷെ അതിൻ്റെ കറക്റ്റ് മീനിങ് ചിലപ്പോൾ ആളുകൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ യൂസ്ഡ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ. അതായത് പണ്ട് നമുക്ക് ആ ഹാബിറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ ഹാബിറ്റ് ഇല്ല. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചായ, അതായത് എല്ലാ രാവിലെയും ഞാൻ കോഫി കുടിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ലാത്ത കാര്യമാണ്. പാസ്റ്റ് ഹാബിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഐ യൂസ് ടു ഡ്രിങ്ക് കോഫി എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ രാവിലെയും കോഫി കുടിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഐ യൂസ് ടു സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് പുകവലിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പുകവലിക്കാറുണ്ടായിരുന്നു എന്നാണ് എൻ്റെ മീനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പാസ്റ്റ് ഹാബിറ്റിന്, അതായത് പണ്ട് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ യൂസ്ഡ് ടുവിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ യൂസ്ഡ് ടുവിൻ്റെ ഒപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വേർബ് എപ്പോഴും അതായത് ബേസിക് വേർബ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി ഫോമോ ING ഫോമോ ഒന്നും ചേർക്കില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എന്നാണ് പറയുന്നത്. ഐ യൂസ്ഡ് ടു പ്ലേയിങ് ഫുട്ബോളിനോ ഐ യൂസ്ഡ് ടു പ്ലേഡ് ഫുട്ബോളിനോ എന്നും പറയില്ല. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെ ഐ യൂസ്ഡ് ടു സ്മോക്ക് എന്നേ പറയുള്ളൂ. ഐ യൂസ്ഡ് ടു സ്മോക്കിംഗോ ഇ ഡി ഫോമോ സ്മോക്ക്ഡ് എന്നൊന്നും യൂസ് ചെയ്യില്ല. ഐ യൂസ്ഡ് ടു സ്മോക്ക് എന്നേ പറയുള്ളൂ. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയില്ലേ? ടു എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണല്ലേ? അപ്പോൾ ടു കുറച്ച് ഞാൻ ഒന്നും കൂടി നക്ഷലാക്കി പറഞ്ഞുതരാം. ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് യൂസ് എന്താണെന്ന് വെച്ചാൽ ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേക്ക്, പുഴയിലേക്ക്, കടയിലേക്ക്, അല്ലെങ്കിൽ സ്ഥലത്തിലേക്ക്, അങ്ങനെ ഒരു ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റിൽ ടു യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സമയത്തെ സൂചിപ്പിക്കാൻ. ഇപ്പം 10 to 5 AM അല്ലെങ്കിൽ 7 AM to 8 AM അത്തരത്തിൽ നമ്മൾ തൊട്ട്, അപ്പോൾ ടൈമിൽ വന്നു കഴിയുമ്പോൾ ടുവിൻ്റെ മീനിങ് തൊട്ട് എന്ന രീതിയിലേക്ക് മാറി. അതുപോലെ തന്നെ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 to 60 അത്തരത്തിൽ നമ്പേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ ടു തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ടു ബി ആണ്. ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ടഡ് ടു ബി ഹെൽത്തി, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെൽത്തി ആകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഐ ട്രൈ ടു ബി സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സ്മാർട്ട് ആവാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ആകാൻ എന്നുള്ള മീനിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു ബി യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പാസ്റ്റ് ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് പണ്ട് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായിട്ടുള്ള നമ്മളുടെ ഹാബിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു എന്നർത്ഥം. അതായത് പണ്ട് ഉണ്ടായിരുന്ന ഹാബിറ്റും ഇപ്പോൾ ഇല്ലാത്തതുമായിട്ടുള്ള ഹാബിറ്റിനെയാണ് നമ്മൾ യൂസ്ഡ് ടു കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ടുവിൻ്റെ മെയിനായിട്ടുള്ള യൂസ്. എല്ലാവർക്കും തന്നെ ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പ്രിപ്പോസിഷനിലെ ഒരു ചെറിയ ഭാഗമാണ് ടു, ഇനി ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓരോ ലെസൺ ആയിട്ടാണ് എടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ടു കറക്റ്റായിട്ട് ക്ലിയർ ആയി. ഇത്രേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും ടുവിനെ പറ്റിയിട്ട് നമുക്ക് അറിയാനില്ല. അത്രയും സിമ്പിളാണ്. അപ്പം മലയാളത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ, അതായത് എന്തെങ്കിലും ഇപ്പം നമുക്കൊരു കൂട്ടിച്ചേർക്കൽ ആവശ്യമുണ്ടല്ലേ, അപ്പോൾ അങ്ങനെ നമ്മൾ മലയാളത്തിൽ ലേക്ക്, തൊട്ട് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷിലായി കഴിഞ്ഞപ്പോൾ അത് ടു കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പ്രിപ്പോസിഷനുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.